ഇന്ന് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിനെ തുടർന്ന് ഒട്ടുമിക്ക സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയതെങ്കിലും ഡിഫൻസ് സെക്ടറിലെ ചില സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 3%, BDL എന്ന സ്റ്റോക്ക് ഇൻട്രാഡേയിൽ 3%-ഓളവും ഉയർന്നു. BDL ഇന്ന് 0.82% ഉയർന്ന് 1326-അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 4362 കോടി രൂപയുടെ ഓർഡറാണ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ജനുവരിയിൽ നാവികസേനയ്ക്ക് വേണ്ടി 2900 കോടി രൂപയ്ക്ക് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറും കമ്പനിക്ക് ലഭിച്ചിരുന്നു. കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു. കമ്പനിയുടെ വരുമാനം 38% വർദ്ധിച്ച് 602 കോടിയിൽ നിന്നും 832 കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ പ്രോഫിറ്റ് 9%-ഓളം വർദ്ധിച്ച് 147 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. BDL എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും 50%-ലേറെ കറക്റ്റ് ആവുകയും പിന്നീട് സ്റ്റോക്കിന് 920-നടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. അവിടെ നിന്നും സ്റ്റോക്ക് 1340 എന്ന റേഞ്ചിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട്. 1340-നടുത്ത് 1340 സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഈ റേഞ്ചിനടുത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നും ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ 1200 ആയിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് BSE. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ BSE 3.4% ഇടിഞ്ഞ് 4484-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം കമ്പനി പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം ബോണസ് ഇഷ്യൂയുമായി ബന്ധപ്പെട്ട് മാർച്ച് 30 കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിക്കുന്നുണ്ട്. ബോണസ് ഇഷ്യൂവിൻ്റെ പശ്ചാത്തലത്തിലാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്രാവശ്യം ബോണസ് ഇഷ്യൂവിൻ്റെ തീരുമാനം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും BSE ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. 2022 ഫെബ്രുവരി മാസത്തിൽ 2:1 എന്ന റേഷ്യോയിലും കമ്പനി മുമ്പ് ബോണസ് നൽകിയിട്ടുണ്ട്. നിക്ഷേപകർ കൈവശം വെച്ചിരിക്കുന്ന ഓരോ ഓഹരിക്കും അന്ന് 2 അധിക ഓഹരികളാണ് BSE നൽകിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ BSE 94%-അടുത്ത് റിട്ടേൺ നൽകി. 2017 ലിസ്റ്റഡായ സ്റ്റോക്ക് ലിസ്റ്റഡ് ആയതിനു ശേഷം ഇതുവരെ 15.66 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ലിസ്റ്റഡ് ആയതിനു ശേഷം കമ്പനി 22 പ്രാവശ്യം ഡിവിഡൻഡ് നൽകുകയും ചെയ്തു. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ UBS ഗ്ലോബൽ റിസർച്ച് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 5350 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും 20% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. മെച്ചപ്പെട്ട ബ്രോക്കർ മാനേജ്മെൻറ്റും ഉയർന്ന വോളിയവും NSEക്ക് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ ലിസ്റ്റഡായ ഒരു എക്സ്ചേഞ്ച് സ്റ്റോക്ക് എന്ന നിലയിലാണ് BSE പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലൂംബർഗിൻ്റെ ഡാറ്റ പ്രകാരം 13 അനലിസ്റ്റുകളിൽ 10 അനലിസ്റ്റുകളും BSE എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട്. കൂടാതെ ട്രെൻഡ് ലൈൻ അനാലിസിസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും സ്റ്റോക്ക് 5750 വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 28% അപ്സൈഡിലേക്ക് ഉയരാനുള്ള സാധ്യതയാണ് BSEക്കുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.